4 മണിക്കൊരു പലഹാരം ഉണ്ടാക്കാൻ പോവുകയാണ് ഞാൻ. പഴം കൊണ്ടൊരു ഇലയട ഉണ്ടാക്കാൻ പോവുകയാണ്. പഴം പുഴുങ്ങിയതുണ്ട്, പാല്, തേങ്ങ, അണ്ടിപ്പരിപ്പ്, ഏലക്കായ, അരിപ്പൊടി. പഴം നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിനി നന്നായി ഒന്ന് ഉടച്ച് ചേർക്കണം. ഇത് നന്നായി ഉടക്കുക, നല്ല ഉടച്ച് ചേർക്കണം. ഇതാ കണ്ടില്ലേ, ഇതുപോലെ അങ്ങോട്ട് ഉടക്കുക. ഇതാ അതുപോലെ നന്നായി കുഴക്കുക. അപ്പോൾ നല്ലോണം കുഴമ്പായില്ലേ. ഇനി ഇതിലേക്ക് അരിപ്പൊടി, കുറച്ച് അരിപ്പൊടി ഇടുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിടുക. ഇനി 1 സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. പാലൊഴിച്ചിട്ട് നന്നായി കുഴച്ച് എടുത്തേക്കുക. കുറച്ച് നേരം അവിടെ ഒന്ന് എടുത്തേക്കുക. ഒരു നുള്ള് ഏലക്കപ്പൊടിയും കൂടി ഇട്ടുണ്ട്, ഒരു മണത്തിന്. കുറച്ച് നെയ്യ് ഒഴിക്കുക. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇടുക. കുറച്ച് തേങ്ങ, തേങ്ങ നല്ലോണം ഒന്ന് ചൂടാവുക വേണ്ടോ, അധികം വറക്കണ്ട, കുറച്ച് ചൂടാവുക വേണ്ട. എന്നാലും ഉണ്ടാവും. കുറച്ച് പഞ്ചസാരയും കൂടി ഇതിലിട്ട് ചൂടായി. ഇത്ര മതി. ഇതിൽ നമുക്ക് ഇറക്കി വെക്കാം. ഇതിന്ന് ഇനി ഒരു ഉണ്ടെടുത്തിട്ട് ഇലയിൽ വെച്ചിട്ട് പരത്തുക. ഇതാ നല്ല പരത്ത്, ഇതുപോലെ പരത്ത്. ഇനി ഇതിന്ന് കുറച്ച് തേങ്ങ ഇതിൻ്റെ മേലെ ഇങ്ങനെ ഇടുക, ഇതുപോലെ ഇടുക. ഇനി അടുപ്പിൻ്റെ അടുക്ക് വേവിക്കാൻ കൊണ്ടുവയ്ക്കും. ഒരെണ്ണം കൂടി ഇതുപോലെ പരത്തുക. ഇതുപോലെ നന്നായി അട പരത്തണ പോലെ പരത്തുക. അടുത്തത് അതിൻ്റെ മേലെ ഇങ്ങനെ മെല്ലെ കൊണ്ട് കഴുത്തി വെക്കും. ഇതാ ഇങ്ങനെ വെക്കുക. ഇനി ഇതുപോലെ മൂടി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കുക. ഇത് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ നമുക്കിത് ഇറക്കി വെക്കാം. ഇതാണ് ഇന്നത്തെ പലഹാരം.
എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി അടുത്ത ദിവസം കാണാം.